നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. ഒരു ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സെറ്റപ്പിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സെറ്റപ്പിൽ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന എൻട്രി സെറ്റപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വാല്യൂബിൾ ആയിട്ട് തോന്നിയത് CASD ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഓഫ് ഡെലിവറി. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം, അതായത് ഒരു ബുള്ളിഷ് ഓർ ബിയറിഷ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം, ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്തിട്ട് അതിൻ്റെ സ്ട്രക്ചറിനെ ചേഞ്ച് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ CISD എന്ന് പറയുന്നത്. അതായത് ആ ഒരു സ്റ്റേറ്റ് ഇപ്പോൾ ബുള്ളിഷ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ അതിനെ ബിയറിഷ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ CISD എന്ന് പറയുന്നത്. അതായത് ദിസ് ഇസ് എ ഏർലി സൈൻ ഓഫ് റിവേഴ്സൽ എന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. ഒരു ഇൻവേർഷന് ശേഷം നമുക്ക് തിരിച്ചു വന്നൊരു CISD ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് MSS ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് പോകും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ ഒരു കണ്ടീഷൻ നോക്കി, നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുവാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മൂവിൽ മാർക്കറ്റിങ്ങിനെ അഗ്രസീവായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പോയി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ മാർക്കറ്റ് ചെയ്തത്? മാർക്കറ്റ് ഇമ്മീഡിയറ്റ്ലി ഈ ഒരു ലിക്വിഡിറ്റീസിനെ എടുത്തിട്ട്, ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ഇത്രയും ഒരു ഈ പൂളിനെ ഇത്രയും എടുത്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് അകത്ത് ക്ലോസ് ചെയ്തു. ഓക്കെ, ക്ലോസ് ചെയ്ത മാത്രമല്ല, നമുക്ക് ഉണ്ടാക്കിയ ഒരു സീരീസ് ഓഫ് ക്യാൻഡിൽസിനെ മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് താഴേക്ക് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവും ഒരു ബെയറിഷ് ക്യാൻഡിൽ അതിൻ്റെ ഇടയ്ക്ക് വന്നല്ലോ, അതെന്താണ്? അത് PSPയിൽ പൊക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റും? നമുക്കിതിനെ ഒരു CISD എന്ന് വിളിക്കാൻ പറ്റും. ഒരു സെറ്റ് ഓഫ് ക്യാൻഡിൽസിനെ താഴോട്ടോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ, ഇപ്പോൾ ഇത് ഒരു സീരീസ് ഓഫ് ഡൗൺ ക്ലോസ് ക്യാൻഡിൽ, അതിനെ മാർക്കറ്റ് മുകളിലേക്ക് ക്ലോസ് ചെയ്തു, അതുകൊണ്ട് നമുക്കിതിനെ CISD എന്ന് വിളിക്കാം. അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അതായത് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CISDകളാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീരീസ് ഓഫ് അപ്പ് ക്ലോസ് ക്യാൻഡിലിന് നമുക്ക് ഒരു CISD തന്നു. അപ്പോൾ CISD എന്താ ചെയ്യുന്നത്? CISD ആക്ച്വലി ചെയ്യുന്നത് നമുക്ക് ഒരു വാല്യുബിൾ ആയിട്ടുള്ള സ്വിങ്ങിനെ ഫോം ചെയ്യുക എന്നതാണ് നമ്മുടെ CISDയുടെ ഒരു ജോലി. അതായത് ഒരു ഓർഡർ ബ്ലോക്ക് കൺഫേം ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. നമ്മൾ ഓർഡർ ബ്ലോക്കിന് ഓൾറെഡി സംസാരിച്ചായിരുന്നു. എന്താണ് ഓർഡർ ബ്ലോക്ക്? നല്ലൊരു ഡിസ്പ്ലേസ്മെന്റ് വേണം, ആ ഒരു മൂവ്. അപ്പം നമുക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ചെയ്ത് ഇത്രയും സീരീസ് ഓഫ് ക്യാൻഡിലിനെ മേളിലോട്ട് ഇത് ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അതൊരു ഓർഡർ ബ്ലോക്ക് ഫോർമേഷൻ ക്യാൻഡിൽ എന്ന് പറയാൻ പറ്റും. അതായത് ഒരു ഓർഡർ ഫ്ലോ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. അതിലേക്ക് മാർക്കറ്റ് വന്ന് റെസ്പെക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് CISDക്ക് എൻട്രീസിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളത്. അപ്പോൾ പക്ഷേ നമുക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ എല്ലാ ഇടത്തെയും CISDകൾ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഇത് പറയാൻ പറ്റത്തില്ല, ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള CISD ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം എന്താണ്? അവിടെ MSS കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. MSS എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഒരു CISD കിട്ടിയെന്ന് വെച്ചു, ഞാനൊരു ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയാണ് പക്ഷെ നമുക്ക് MSS കിട്ടുന്നത്. ഓക്കെ, ഈ MSS കിട്ടിയിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്ക് എന്താണ്? ഇവിടുത്തെ ഈ ട്രേഡ്സ് ചിലപ്പോൾ മിസ്സായി പോകും. ഓക്കെ, ഞാൻ ട്രേഡിങ്ങിന്റെ വേഗം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ മിസ്സാവും. അങ്ങനെ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് CISD ചൂസ് ചെയ്താൽ കുറേ അധികം എൻട്രീസ് നമുക്ക് മിസ്സാവത്തില്ല. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് മിസ്സാകാതിരിക്കുക. അതാണ് പക്ഷേ വേറൊരു കാര്യമുണ്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളൊരു കീ ലെവലിൽ നിന്നല്ല CISD ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു CISD ഫെയിൽ ആവാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതൊരു റിവേഴ്സിന്റെ കൺഫർമേഷൻ അല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദാറ്റ്സ് ആൻ ഏർലി സൈൻ ഓഫ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ഏരിയയിലും CISD നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ സെലക്റ്റഡ് ക്യാൻഡിലുണ്ട്. ആ സെലക്റ്റഡ് ക്യാൻഡിൽസിലെ ഷാർപ്പ് V ഷേപ്പ് റിവേഴ്സൽസിനെ നമ്മൾ ക്യാച്ച് ചെയ്യും. അതിനെ മാത്രമേ നമ്മൾ CISD എന്ന് വിളിക്കുള്ളൂ. ഓക്കെ, ഷാർപ്പ് V എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളിത് നോക്കിയാൽ കാണാം, ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഷാർപ്പ്
വി ഷേപ്പ് ആയിട്ടുള്ള ഒരു റിവേഴ്സലാണ്. ഇതിനാണ് നമ്മൾ ഷാർപ്പ് വി ക്ലോസ് ഷാർപ്പ് റിവേഴ്സൽ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ CASTയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി വരുന്ന നമ്മൾ ട്രേഡ്സ് എടുക്കുന്ന വീഡിയോയിൽ നമ്മൾ കൂടുതൽ കുറച്ചുകൂടെ CASTയെ കുറിച്ച് സംസാരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു സീരീസ് ഓഫ് ക്യാൻഡിലിനെ സ്ട്രോങ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ CAST എന്ന് പറയുന്നത്. CASTയിൽ എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക്, ഈ CAST ഉണ്ടായി ഇപ്പോൾ ഒരു 2-3 ക്യാൻഡിൽ CAST ഉണ്ടായെങ്കിൽ ഇതിനൊരു 10 ക്യാൻഡിൽ കൊണ്ട് ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഒരിക്കലും അതിനെ CAST എന്ന് പറയത്തില്ല. CASTക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നമുക്ക് ട്രേഡിങ്ങിനെ വേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാത്തൊരു ഏരിയയിൽ നമ്മൾ നിൽക്കത്ത് പോലുമില്ല. ഓക്കെ, നമ്മൾ നിൽക്കത്ത് പോലുമില്ല. ഭയങ്കര ചോപ്പിയായിട്ടുള്ള മാർക്കറ്റിൽ എനിക്ക് ട്രേഡ് ചെയ്യാൻ യാതൊരു താല്പര്യമില്ല. ഓക്കെ, കാരണം ഒരു വിക്ക് കാണിച്ചാണെങ്കിൽ എൻ്റെ SL തൂക്കിയിട്ട് മാർക്കറ്റ് പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള മൂവ് ഉള്ള ഏരിയകളിൽ മാത്രമേ നമുക്ക് ട്രേഡിങ്ങിന് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അവിടെ മാത്രമേ CASTക്ക് വാലിഡിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ സീരീസ് ഓഫ് ക്യാൻഡിൽ ക്ലോസും CAST അല്ല. എന്നാൽ നല്ല CAST ആണെങ്കിൽ അതിന് നല്ല വാലിഡിറ്റിയും ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ CASTയെ കുറിച്ച്.